ഒന്നും കിട്ടുന്നില്ലല്ലോ. എടോ, ഈ തുണി കഷ്ണം ഇതൊരു തരം മുൾച്ചെടിയുടെ ഫൈബേഴ്സ് ആണ്. ഇതിലൊന്നും 10-20 വർഷത്തേക്കാൾ കൂടുതലൊന്നും ഡീകമ്പോസ് ആവാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ അതിൽ ഉപയോഗിച്ചുള്ള പെയിന്റ് ഏതോ മെറ്റാലിക് പെയിന്റ് ടെക്സ്ചറാണ്. പക്ഷേ എന്നെ ഏറെ അതിശയിപ്പിക്കുന്നത് പെയിന്റ് ബ്രഷിന്റെ ഒരു ടെക്സ്ചർ പോലും അത് കാണാനില്ല. ഇത് 16-ാം നൂറ്റാണ്ടിലെ ആർട്ടിഫാക്റ്റ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റില്ല. ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ, നീ ചെല്ലും. ഇത് മെക്സിക്കോയിലെ മാതാവിന്റെ രൂപം തെളിഞ്ഞ മീലങ്കിയല്ലേ? ആ, അങ്ങനെ പലരും പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വെറുതെ പള്ളിക്ക് ആളെ കൂട്ടാനുള്ള പരിപാടിയല്ലേ. നീ ചെല്ലും, ഞാൻ കുറച്ചു നേരം കൂടി നോക്കട്ടെ. സർ, ഒന്നും തോന്നരുത്. എനിക്ക് സാറിന്റെ അത്രയും വിവരമൊന്നുമില്ല. പക്ഷേ ഈ മേലങ്കിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒരു ജനതയുടെ, എന്തിന് ഒരു രാജ്യത്തിന് തന്നെ ചരിത്രം തിരുത്തി എഴുതിയ അനുഭവങ്ങളാണ് ഇതിന് പറയാനുള്ളത്. സാറിന് അറിയാമോ, 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ മേലങ്കി സൂക്ഷിച്ചിരുന്ന പള്ളിയിൽ ഒരു ബോംബ് സ്ഫോടനമുണ്ടായി. മാർബിൾ കൊണ്ടുണ്ടാക്കിയ അൽത്താരം പൂർണ്ണമായും തകർന്നു. ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ കുരിശ് വളഞ്ഞുപോയി. ദേവാലയത്തിലും ദേവാലയ പരിസരങ്ങളിലും എല്ലാം ചില്ലുകൾ ചിതറി വീണു. എന്നാൽ അൽത്താരയുടെ മുകളിൽ ഇരുന്ന ഈ മേലങ്കിക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല. സാറിന് വിരോധമില്ലെങ്കിൽ ഞാൻ ആ കഥ പറഞ്ഞു തരാം. പരിശുദ്ധ കന്യാമറിയം മിസ്റ്റർ ജുവാൻ ഡിയാഗോയിൽ പ്രത്യക്ഷപ്പെട്ട ആ കഥ. ഈ മേലങ്കി എങ്ങനെ ഒരു ജനതയുടെ അടയാളമായി മാറിയതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. 16-ാം നൂറ്റാണ്ടിൽ തെക്കേ അമേരിക്കയിൽ ഏറെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നു. മായൻ സംസ്കാരത്തിൻ്റെയും ആസ്ടെക് സംസ്കാരത്തിൻ്റെയും അവസാന നാളുകൾ. സ്പെയിനിൽ നിന്നുള്ള ഉപനിവേശം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നരബലികളും അടിമത്തവും പട്ടിണിയും രോഗങ്ങളും എല്ലാം കൊണ്ട് വലഞ്ഞ ഒരു ജനത. ഈ ജനതയുടെ ഇടയിലേക്കാണ് ഫ്രാൻസിസ്കൻ മിഷണറിമാർ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ വന്നത്. ഒട്ടേറെ രക്തസാക്ഷികളുടെ ചോര നനഞ്ഞ മണ്ണിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ആകർഷിക്കട്ടെ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഗ്വാഡലുപ്പെ മാതാവ്. ഞങ്ങൾ ഇനി ആരുടെ അടുത്ത് പോകും? ഒരു തരത്തിലും ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത്തവണത്തെ വിളവെല്ലാം മോശമാണ്. ശീതകാലത്തിൽ മുഴു പട്ടിണിയായിരിക്കും. പെരയിലെ പിള്ളേർക്കാണെങ്കിൽ രോഗങ്ങൾ മാറുന്നില്ല. അതേ ഈ പിള്ളേർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ദൈവങ്ങളൊക്കെ നമ്മെ കൈയിട്ട് വെത്താ തോന്നുന്നത്. ദൈവങ്ങൾ കണ്ണും കാതുമില്ലാത്ത പാർവസ്തുക്കൾ. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കും. ഞാൻ പോവാ. ചെറുപ്പത്തിന്റെ ശൗര്യം ദൈവങ്ങളെ പ്രീതിപ്പെടുത്തണം. അതിന് നമ്മുടെ കയ്യിൽ എന്തുണ്ട് കൊടുക്കാൻ? നമ്മുടെ കൂട്ടത്തില് കുറെ ചെറുപ്പക്കാരെയൊക്കെ അവർ കൊണ്ടുപോയില്ലേ? ഇത് ചിലപ്പോ നമ്മുടെ അവസാനമായിരിക്കും. ദൈവങ്ങൾ കൈവിട്ട പിന്നെ നമുക്ക് രക്ഷയില്ലല്ലോ. അയ്യോ
സഹോദരന്മാരെ, നിങ്ങൾ പ്രപഞ്ചത്തിലെ ശക്തികളെ ആരാധിക്കുന്നു. കണ്ണില്ലാത്ത ദൈവങ്ങൾക്ക് കാഴ്ചകൾ അർപ്പിക്കുന്നു. എന്ത് പ്രയോജനം? ഞങ്ങൾ വന്നിരിക്കുന്നത് സത്യദൈവമായ ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളെ അറിയിക്കുവാനാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരൂ. ഇത്രയും നാൾ എവിടെയായിരുന്നു നിങ്ങളുടെ ദൈവം? ഞങ്ങൾക്ക് എല്ലാം നഷ്ടമായി. ഒരു ദൈവത്തിനും വേണ്ടെന്ന കുറെ അനാഥകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. സഹോദരി, ആർക്ക് വേണ്ടെങ്കിലും യേശുവിന് നിങ്ങളെ വേണം. ഇല്ല, ഒരു ദൈവവും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചു. ഞാൻ പറയുന്നതൊന്ന് നിർത്തു. എനിക്കൊന്നും മനസ്സിലാകത്തില്ല. കല്ലെടുത്ത് കൊല്ലണേ അവരെ. മതി, നിർത്ത്, നമുക്ക് പോവാം. ഈശോയെ, ഇവർ ചെയ്യുന്നെന്ന് ഇവർ അറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമേ. ഏമാനെ, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കരുത്. ഞങ്ങൾക്ക് മതിയായി. ഈ ജീവിതം മതിയായി. നിങ്ങളെ പോലെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. പലരും കൊല്ലപ്പെട്ടു. നിങ്ങളെ കൊന്നതിന്റെ പാപം ഈ കുഞ്ഞുങ്ങളുടെ മേൽ വീഴാതിരിക്കട്ടെ. പോയിക്കോളൂ, ഇവിടെ പോയിക്കോളൂ. പിതാവേ, നമ്മൾ എത്ര നാളായി ഇവിടെ ഒരു സഭ സ്ഥാപിക്കുവാൻ കഷ്ടപ്പെടുന്നു. നമ്മുടെ സഹോദരങ്ങൾ രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടും ഒരു മാറ്റവും കാണുന്നില്ലല്ലോ. അതേ പിതാവേ, നമ്മൾ ഇവർക്ക് വിദ്യാഭ്യാസം നൽകി, തൊഴിൽ നൽകി. എന്തിന്? ബൈബിൾ വരെ ഇവരുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് കൊടുത്തിട്ടും ഒരു ചെറിയ സമൂഹത്തെ മാത്രമേ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. പോരാത്രി പിതാവേ, ഈയിടെ ഇവരുടെ ആൾക്കാർ നമ്മുടെ സഹോദരൻ ബെർണാഡിനെ മർദ്ദിച്ച് അവസരാക്കിയത് ഓർമ്മയില്ലേ? അത് മാത്രമല്ല പിതാവേ, കഴിഞ്ഞ 19 വർഷത്തിനുള്ളിൽ എത്ര പേരവിടെ രക്തസാക്ഷികളായത്. ഇനിയും നമ്മുടെ പുരോഹിതരെ കൊലക്കള്ളത്തിലേക്ക് പറഞ്ഞു വിടണോ? പിതാവേ, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ എനിക്ക് ഒരു മഠ്യമില്ല. പക്ഷേ കത്തോലിക്ക വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തില് കുറച്ചു പേരെങ്കിലും സുവിശേഷം പ്രസംഗിക്കാൻ അവശേഷിച്ചിരിക്കണ്ടേ? പിന്നെ ഇവരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ രാജ്യക്കാർ തന്നെ സ്പെയിനിൽ നിന്നും ഇവിടെ വന്ന് കോളനി സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണല്ലോ. അതുകൊണ്ട് തീർച്ചയായും ഇവര് നമ്മളെ വെറുക്കും പിതാവേ. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അന്ധകാരവും ആഭിചാരവും മൂടിക്കിടക്കുന്ന ഈ മണ്ണിലേക്ക് നമ്മൾ കാലുകുത്തിയത് പോലും തെറ്റായി പോയോ എന്ന് ഇന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങളിൽ പലർക്കും അവരുടെ മർദ്ദനമേറ്റില്ലേ? നമ്മളിൽ ചിലർ ഇന്ന് ജീവനോടെ ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇതായിരിക്കും സർവശക്തന്റെ തീരുമാനം. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. നമുക്ക് ഈ ജനതയുടെ ഇടയിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. എല്ലാവരും പുറപ്പെടാൻ തയ്യാറായി പോകും. പിന്നെ നമ്മുടെ സഹോദരന്മാരെ എല്ലാവരെയും വിവരം അറിയിക്കണം. തെക്കേ അമേരിക്കയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം തന്നെ ഇവരെ നയിക്കട്ടെ. പിതാവ് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിക്കുകയാണെന്ന്. അവർക്ക് ഇവിടെ ഏറെ പ്രശ്നങ്ങളുണ്ട് പോലും. അച്ഛന്മാർ പറഞ്ഞതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങ് മനസ്സിലായില്ല. നമ്മുടെ ചാപ്പിലിരിക്കുന്ന സ്ഥലമൊക്കെ മറ്റാർക്കോ കൊടുത്തു എന്നാ പറഞ്ഞേ. പക്ഷെ ഇതെങ്ങനെ സംഭവിക്കും? ഇവിടെ
എവിടെയെങ്കിലും ക്രിസ്തുമതം ഇല്ലാതെയായതായി കേട്ടിട്ടുണ്ടോ? പിതാവിന് ഇതെങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റും? ചിലപ്പോ സ്പെയിനിലെ തമ്പ്രാക്കന്മാരായിരിക്കും ഇതിന്റെ പിന്നിൽ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ജൂലി. ഇപ്പോ മാസത്തിൽ ഒരു തവണയെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നതാ. അച്ഛന്മാർ പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ലേ? ജൂലി, ഞാൻ ഏതായാലും നമ്മുടെ ബെർണാഡിനെ ഒന്ന് കണ്ടിട്ട് വരാം. അവൻ സുഖമില്ലാതിരിക്കുകയല്ലേ. നമ്മൾ ചെല്ലുന്നത് ഒരാശ്വാസമാവും. അയ്യോ, അത് വേണ്ട. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. നമ്മൾ പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടായ സ്പെയിനിലെ പട്ടാളക്കാർ നമ്മളെ കൊന്നു കളയാൻ പോലും മടിക്കില്ല. ദൈവമേ, നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ. ജൂലി, ഞാൻ ഏതായാലും ബെർണാഡിനെ ഒന്ന് കണ്ടിട്ട് വരാം. അവൻ സുഖമില്ലാതിരിക്കുക. നമ്മൾ ചെല്ലുന്നത് ഒരാശ്വാസമാകും. സംഗീതം സംഗീതം സത്യദൈവത്തിന്റെ അമ്മയും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയം. അമ്മേ, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ കർത്താവിന്റെ അമ്മ. ജുവാൻ, എന്റെ മകന്റെ രക്തം ഈ ഭൂമിയിലെ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയാണ്. ഇവിടെ മനുഷ്യക്കുരുതികൾ ഇനി ഉണ്ടാവരുത്. നീ എഴുന്നേറ്റ് സുമാർഗ ബിഷപ്പിന്റെ അടുത്ത് ചെല്ലും. എന്റെ നാമത്തിൽ ഇവിടെ ഈ മലയിൽ ഒരു ദേവാലയം സ്ഥാപിക്കാൻ അറിയിക്കും. എന്ത് പറ്റി? അച്ഛൻ ഇത്തിരി വെള്ളം കൊടുത്ത്. പിതാവേ, പരിശുദ്ധ അമ്മയെ ഞാൻ കണ്ടു. തെപ്പയാക്ക് മലയിൽ ഒരു സംഗീതം കേട്ട് ഞാൻ നോക്കിയപ്പോൾ സൂര്യനേക്കാൾ ശോഭയിൽ എന്റെ മുൻപിൽ. എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. നീ വെള്ളം കുടിക്കും. ചിലപ്പോൾ നിനക്ക് തോന്നിയതാവും. നീ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, അല്പസമയം വിശ്രമിക്കൂ. അല്ല പിതാവേ, അങ്ങനെയല്ല. പരിശുദ്ധ അമ്മ എന്നെ അയച്ചത് അങ്ങേ ഒരു സന്ദേശം അറിയിക്കാനാണ്. എന്നെയോ? എന്ത് സന്ദേശം? അതെ പിതാവേ, തെപ്പയാക്ക് മലയിൽ അമ്മയുടെ നാമത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കണം. ജുവാൻ, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങളുടെ സഹോദരന്മാരെല്ലാവരും ഇവിടെ ഏറെ പീഡകൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞങ്ങൾ ഇവിടെ തുടർന്നാൽ ഞങ്ങളിൽ ഒരാൾ പോലും ജീവനോടെ അവശേഷിക്കുകയില്ല. അന്ധവിശ്വാസങ്ങളാലും നരബലികളാലും ശപിക്കപ്പെട്ട മണ്ണാണിത്. ഇവിടെ ക്രിസ്തുവിനെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ദൈവം തന്നെ നമ്മളെ സഹായിക്കട്ടെ. ഞങ്ങൾക്ക് പോയേ പറ്റൂ. പിതാവേ, ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കൂ. പരിശുദ്ധ അമ്മ സത്യമായി തെപ്പയാക്ക് മലയിൽ എനിക്ക്. ജുവാൻ, നീ ഇപ്പൊ ചെല്ലേ. ജുവാൻ, ഇനി അഥവാ നീ പറയുന്നത് സത്യമാണെങ്കിൽ നീ ഒരു അടയാളം കൊണ്ടുപോവാ. പക്ഷേ വേഗം വേണം. ഞങ്ങൾ ഇനി കുറച്ചു നാളുകൾ കൂടി ഇവിടെ കാണും. കപ്പൽ വന്നാൽ ഉടൻ ഞങ്ങൾ പുറപ്പെടും. ജുവാൻ, ഇപ്പോൾ ചെല്ലേ.
മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തോന്നുന്നു. ശരിയാ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിതാവേ, ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പോയി കണ്ടാലോ? അദ്ദേഹത്തിന് അതൊരു ആശ്വാസമായിരിക്കും. ശരി, പക്ഷേ ഇത് എനിക്കൊരു ഉൾവിളി പോലെ തോന്നുന്നു. അയാളെ സ്പർശിച്ചപ്പോൾ മുതൽ എന്റെ കരം മഞ്ഞിൽ സ്പർശിച്ചതുപോലെ. ഇനി ഒരുപക്ഷെ അയാൾ പറഞ്ഞത് സത്യമായിരിക്കുമോ? അമ്മയെ കാണുന്നില്ലല്ലോ. ദൈവമേ, ഇതൊന്നും ശരിയാവില്ല. എനിക്ക് ചിലപ്പോ തോന്നിയതാവും. അല്ലെങ്കിലും പാപിയായ എന്റെ അടുത്ത് അമ്മ വരുവാനുള്ള പുണ്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഏതായാലും ബെർണാഡിനെ ഒന്ന് കണ്ടിട്ട് വരാം. അവനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. അമ്മ അമ്മ അമ്മേ 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 അമ്മ പറഞ്ഞതുപോലെ ഞാൻ ബിഷപ്പിനെ പോയി കണ്ടു. പക്ഷേ ഞാൻ പറഞ്ഞതൊന്നും അദ്ദേഹത്തിന് വിശ്വാസമായില്ല. അങ്ങ് മറ്റാരെങ്കിലും അയക്കും. എന്നെ പോലെ ഒരു സാധാരണക്കാരൻ പോയി പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കില്ല. ജുവാൻ, ഇത് വിശുദ്ധ സ്ഥലമാണ്. ഈ മലയുടെ മുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലും. പിന്നെ ബെർണാഡിനെ ഓർത്ത് നീ ആകുലപ്പെടേണ്ട. അവൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അമ്മേ, ഞാൻ അമ്മയുടെ ദാസനാണ്. അമ്മ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ശീതകാലത്തിൽ മഞ്ഞ് വീഴുന്ന മലയിൽ പുഷ്പങ്ങൾ ഉണ്ടായിരിക്കുക സാധ്യമല്ല. അതിലുപരി അത് സ്പെയിനിലെ വിശിഷ്ടമായ റോസാ പുഷ്പങ്ങളായിരുന്നു. ജുവാൻ ആ പുഷ്പങ്ങൾ എടുത്ത് തൻ്റെ മേലങ്കിയിൽ സൂക്ഷിച്ചു. ഏറെ ചൈതന്യത്തോടും പ്രതീക്ഷയോടും കൂടെ ജുവാൻ സുമാർഗ ബിഷപ്പിന്റെ അടുത്തേക്ക്. പക്ഷെ ഇത്തവണ അയാളുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. ഒരുപക്ഷെ അങ്ങ് സ്വാധീനിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നതാണോ? അങ്ങനെ ആയിരിക്കില്ല അച്ഛാ. പിതാവേ, കഴിഞ്ഞ തവണ അങ്ങൊരു അടയാളം ചോദിച്ചില്ലായിരുന്നോ? ചിലപ്പോ അയാളോട് വേഗം വരാൻ പറയും. ജുവാൻ, പിതാവേ, പരിശുദ്ധ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതിന് ഇതാണ് അടയാളം. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. അമ്മേ, എനിക്ക് മാപ്പ് തരൂ. സാരമില്ല പിതാവേ. അതുപോലെ നമ്മുടെ ബെർണാഡ് അമ്മയുടെ മധ്യസ്ഥത്താൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, എനിക്ക് തെറ്റുപറ്റി. ഇതിലും വലിയ എന്ത് അടയാളമാണ് നമുക്ക് വേണ്ടത്? ഈ അമ്മ വലിയൊരു അടയാളമാണ്. നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഗ്വാഡലൂപ്പയിൽ ചിതറിക്കിടക്കുന്ന ഈ ജനതകളെ ഒരു വലിയ കൂട്ടായ്മയായി വളർത്താൻ ഈ അടയാളം നമ്മെ സഹായിക്കും. ഗ്വാഡലൂപ്പ് മാതാവേ, അങ്ങയുടെ സ്നേഹവും കരുതലും ഞങ്ങളെ അറിയിക്കാനായി അങ്ങ് ജുവാൻ ഡീഗോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടല്ലോ. ദൈവത്തിന്റെ പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റാനായി
അങ്ങയുടെ മാധ്യസ്ഥ്യം ഞങ്ങളെ സഹായിക്കട്ടെ. അങ്ങയുടെ സമർപ്പണത്തിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും മറ്റുള്ളവരിലേക്ക് പ്രത്യാശ പകരുന്നവരായി ജീവിക്കുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. 500 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ അത്ഭുതം അമ്മയുടെ സ്നേഹവും കരുതലും നമ്മളെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുമതം ഇല്ലാതാകുമെന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് വർഷം തോറും 2 കോടി തീർത്ഥാടകർ എത്തുന്ന ലോകത്തിലെ തന്നെ 4ാമത്തെ വലിയ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമായി മാറി ഗ്വാഡലുപ്പയിലെ ബസിലിക്ക. നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മയുടെ ചിത്രം പതിഞ്ഞ മേലങ്കിയെ സംബന്ധിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നും ആ മേലങ്കി ഒരു അടയാളമായി പ്രശോഭിക്കുന്നു. ഗ്വാഡലുപ്പെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല. പക്ഷേ കൺമുന്നിൽ കാണുന്ന സത്യത്തെ ഞാൻ എങ്ങനെ നിരാകരിക്കും? ഈ ജുവാൻ ഡിയോയ്ക്ക് പിന്നെ എന്ത് സംഭവിച്ചു? ജുവാൻ വിശുദ്ധനായത് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. 2002 ജോൺ പോൾ 2 മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. ആഹാ, നിനക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാലോ. നീ ഇതൊക്കെ എവിടുന്നാ വായിച്ചേ? ഗ്രേസ്, ഗ്രേസ്, ഇയാളെവിടെ പോയി? ഇല്ല സാറേ, ഗ്രേസ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഇല്ലെന്നേ, എന്നോട് മാധവന്റെ കഥകളൊക്കെ പറയാം. എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല സാറേ, അവരൊന്നും വന്നിട്ടില്ല. അവരുടെ വീട്ടിൽ എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. എന്റെ മാധവേ, മാധവേ.